സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമോ? ഇത് സോഷ്യൽ മീഡിയയിൽ ഏകദേശം 1 മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സൺസ്ക്രീൻ നമ്മളെടുത്ത് ഒരു മുട്ടയുടെ മഞ്ഞയിൽ തേച്ചതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ മുട്ട ചെറുതായിട്ട് മുറിച്ചു നോക്കിയാൽ ആ കെമിക്കൽ സൺസ്ക്രീൻ ആ മുട്ടയുടെ അകത്തോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. നമുക്ക് ഹോർമോണൽ പ്രോബ്ലം ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഗ് യോക്കും നമ്മുടെ തൊലിയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ആ കൂടെ ഉള്ള തെളിവെന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയത് 2021 ഒരു പഠനമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിയിൽ ഈ കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബാൻ ചെയ്തിട്ടില്ല. പക്ഷെ കൂടുതൽ പഠനങ്ങൾ നടത്താം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇതുവരെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ മാത്രം ഉപയോഗിക്കുക. അതും 10 മിനിറ്റ് കൂടുതൽ വെയിൽ കൊള്ളുവാണെങ്കിൽ മാത്രം തേച്ചാൽ മതിയാവും. പ്രായം നമുക്ക് വളരെ കൂടുന്നത് കുറയാനും, അതുപോലെ കാരണം വെയിൽ ഒത്തിരി നേരം കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്യാൻസർ ഉണ്ടാവാനും സാധ്യതയുണ്ട്, പൊള്ളാനും സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് ഡയറക്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യണം. കെമിക്കൽ സൺസ്ക്രീൻ അങ്ങനെയല്ല. കെമിക്കൽ സൺസ്ക്രീൻ ഓൾറെഡി സൂര്യതാപത്തിനെ അബ്സോർവ് ചെയ്തതിനു ശേഷം പിന്നെ റിഫ്ലക്ട് ചെയ്താണ് മാറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ തേച്ചില്ല ഒരു ഗുണവുമില്ല. എല്ലാ 2 മണിക്കൂർ നമ്മൾ വെയിലത്ത് നിന്ന് നല്ലോണം വിയർക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകും, നമ്മൾ നല്ലോണം ഒരു ബീച്ചിൽ പോയി കുളിക്കുകയാണ്, അങ്ങനെ നല്ലോണം നനയുന്ന ഭാഗമാണെങ്കിൽ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പിന്നെ SPF ഒരു 30 മുകളിൽ, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ളത് വേണം വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ SPF 50 ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 97 to 98% പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഏത് അൾട്രാവയലറ്റ് ഡി റേസ്. ഇനി അൾട്രാവയലറ്റ് എ റേസും കൂടെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള വാങ്ങിക്കണം. അൾട്രാവയലറ്റ് എ പ്ലസ് അൾട്രാവയലറ്റ് ബി കവർ ചെയ്യുന്ന തരത്തിലുള്ള സൺസ്ക്രീൻ വാങ്ങിക്കണം. ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് 10 മിനിറ്റ് കൂടുതലൊക്കെ വെയിൽ കൊള്ളുവാണെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ തേച്ചിട്ടാണ് പോകുന്നത്. രാത്രി തേക്കാറില്ല. പിന്നെ ഒത്തിരി വിയർക്കുന്നുണ്ട്, വെള്ളത്തിൽ പോയി ആ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ സൺസ്ക്രീൻ തേച്ചിട്ടാണ് പോകുന്നത്. വീണ്ടും വീണ്ടും റീഅപ്ലൈ ചെയ്യാറുണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഇത് തേച്ചത് കൊണ്ട് ക്യാൻസർ ഉണ്ടാകുമെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു.